മുഖംമൂടികളെക്കുറിച്ച് പറയാതെ വശീകരണ കലയെക്കുറിച്ച് പറഞ്ഞ് പൂർത്തീകരിക്കുവാൻ കഴിയില്ല. വശീകരണത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് മനസ്സും ശരീരവും ഒന്നുപോലെ സഞ്ചരിച്ചു പോകുമ്പോൾ നിരവധി മുഖംമൂടികൾ നമുക്ക് ആവശ്യമായി വരും എന്നതാണ് സത്യം. ജീവിതം എത്രയോ ചെറുതാണ്. ഈ ജീവിതത്തിൽ സത്യസന്ധമായി എങ്ങനെയാണ് ജീവിക്കുക? അല്ലെങ്കിൽ അപ്രകാരം ജീവിക്കുന്നവർ ഇവിടെയുണ്ടോ? ഈ ചെറിയ കാലയളവിനുള്ളിൽ എന്തൊക്കെയാണ് നാം ചെയ്തു തീർക്കേണ്ടത്? സത്യത്തിൽ ഒന്നും നമുക്ക് വേണ്ടിയല്ല, പിന്നെയോ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിതം ജീവിച്ചു തീർക്കുന്നത്. അങ്ങനെ ജീവിച്ചു തീർക്കലിനിടയിൽ നാം കൺതുറന്ന് സ്വയം മനസ്സിലേക്ക് നോക്കുമ്പോൾ മനസ്സിൽ ചൂഴ്ന്നു നിൽക്കുന്ന വശീകരണ അനുഭവങ്ങൾ എത്രയെത്ര! കയ്പു നിറഞ്ഞ ജീവിതയാത്രകളിൽ വശീകരണത്തിന്റെ മധുരമിഠായികൾ നമ്മുടെ സ്വകാര്യ ശേഖരത്തിലുണ്ട്. പക്ഷേ ഈ ജീവിത വഴികളിൽ മുഖംമൂടികളില്ലാതെ നമുക്ക് യാത്ര ചെയ്യുക വയ്യ. കാലവും ജീവിതാവസ്ഥകളും മാറിമറിയുമ്പോൾ മുഖംമൂടികൾ അതേറെ അനിവാര്യമാണ് താനും. യാത്രയിൽ നാം ഭയപ്പെടേണ്ടതില്ല. ചിരപരിചിതങ്ങളായ മുഖങ്ങൾ ചുറ്റിലും ഉണ്ടെന്ന് ഓർക്കേണ്ടതില്ല. കാരണം ആ മുഖങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല. എല്ലാ മുഖങ്ങളിലും മുഖംമൂടികൾ അണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ അപകടം സംഭവിക്കാറുണ്ട്. മുഖംമൂടി അറിയാതെ അഴിഞ്ഞു വീണുപോകും. അപ്പോൾ മുഖംമൂടികൾ അണിഞ്ഞവരെല്ലാം മുഖംമൂടി നഷ്ടപ്പെട്ടവനെ നോക്കി ആർത്തു ചിരിക്കുന്നത് കാണാം. അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ മുഖംമൂടികൾ ഭദ്രമാക്കി വയ്ക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിന്റെ യജമാനൻ എപ്പോഴും നമ്മൾ തന്നെയായിരിക്കണം. സദാചാര ശാസനകളിൽ കുരുങ്ങിക്കിടന്ന് ആ ശാസനകൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്നവർക്ക് വശീകരണത്തിന്റെ പാതകളിൽ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ വലിയ ആത്മസംഘർഷമാണ് ഉണ്ടാകുന്നത്. ആ ആത്മസംഘർഷങ്ങൾ ഒഴിവാക്കണമെങ്കിൽ സദാചാര ശാസനകൾ നൽകുന്നവരുടെ പ്രീതി സമ്പാദിക്കുവാൻ മുഖംമൂടികൾ നിർബന്ധം നാം അണിയേണ്ടതായി വരും. അതിൽ തെല്ലും വിഷമിക്കേണ്ടതില്ല. യഥാർത്ഥ മുഖം ആരും അന്യോന്യം കാണുന്നതേയില്ലല്ലോ. നിഷ്കളങ്കതയുടെ പര്യായമായ ഒരു ശിശുവിന് മാത്രമാണ് മുഖംമൂടികൾ ഇല്ലാത്തത്. അവൻ വളർന്ന് സമൂഹത്തിന്റെ ഭാഗമായി കഴിഞ്ഞാലോ അവനും മുഖംമൂടി അന്വേഷിക്കുകയായി. ഇത്രയും രഹസ്യമായി മുഖംമൂടികൾ അണിയുവാൻ എല്ലാവരും അതിവിദഗ്ധർ തന്നെ. അതാരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. വശീകരണത്തിലെ മുഖംമൂടികൾ നാം സ്വയം അഴിച്ചു മാറ്റാറുണ്ടോ? ഉണ്ട്. എപ്പോഴാണെന്നല്ലേ? വശീകരണത്തിന്റെ ഫലമായുണ്ടാകുന്ന ആഗ്രഹ സാഫല്യ നിമിഷങ്ങളിൽ നാം മുഖംമൂടി അഴിച്ചു മാറ്റും. അപ്പോൾ വെറും പച്ചയായ മനുഷ്യർ മാത്രം. അപ്പോഴും മുഖംമൂടികൾ നാം നഷ്ടപ്പെടുത്തിക്കളയില്ല. കാരണം വശീകരണത്തിലൂടെ ലഭിച്ച സുന്ദര നിമിഷങ്ങൾ ആസ്വദിച്ചതിന് ശേഷം ആ മുഖംമൂടി വീണ്ടും എടുത്തണിയേണ്ടതുണ്ട്. മനസ്സ് ഒന്നും അവസാനിപ്പിക്കാറില്ല. അങ്ങനെ എപ്പോഴും എന്തിനെയെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പണം, അധികാരം, പ്രണയം, സ്നേഹം, പിന്നെ പേരിട്ട് വിളിക്കുവാൻ കഴിയാത്ത എന്തിനെയൊക്കെയോ വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വശീകരണ പ്രക്രിയയുടെ ബാക്കി പത്രങ്ങളാണിതെല്ലാം. വശീകരണത്തിലൂടെ യാത്ര ചെയ്ത് മോഹങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള വെമ്പൽ, പരാജയപ്പെട്ടാൽ വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കുവാനുള്ള ആഗ്രഹം, ഇതിനൊക്കെ ശക്തി നൽകുന്നത് നമ്മുടെ കൈവശമുള്ള ആ മുഖംമൂടികൾ തന്നെയാണ്. ചെളി പുരണ്ട ലോകത്തിൽ നാം നടക്കുമ്പോൾ നമ്മുടെ കാലുകളിലും അല്പമൊക്കെ ചെളി പുരളുന്നത് സ്വാഭാവികമാണല്ലോ. പുതിയൊരു പാത കണ്ടെത്തുവാൻ സമയം ഒട്ടില്ലതാനും. അതുമാത്രമല്ല, പാതകളിലൊക്കെ ചെളി സ്വാഭാവികമാണ്. ചെളി നിറഞ്ഞ പാതയിലൂടെ നടക്കുമ്പോൾ നാം ഏറെ ശ്രദ്ധിക്കാറുമുണ്ട്. വശീകരണം ഓരോ വ്യക്തിക്കും നൽകുന്ന ധൈര്യങ്ങളാണിതൊക്കെ. മുഖംമൂടി വെച്ച് മുഖം മറയ്ക്കുമ്പോഴും ആരും കണ്ണുകൾ മറയ്ക്കാറില്ല. കാരണം വശീകരണത്തിൽ സ്വയം മറന്ന് മുഖംമൂടികൾ അണിഞ്ഞ് നടക്കുമ്പോഴും കണ്ണുകൾ തുറന്ന് യാത്ര ചെയ്യുവാൻ അതിവിദഗ്ധരാണ് എല്ലാവരും. അതിന് കാരണമുണ്ട്. മുഖം മറച്ച് സ്വന്തം വ്യക്തിത്വം ഇല്ലാതെയാക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൂടുതൽ തെളിച്ചമുള്ളതായി തീരും. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്ത നമ്മളിൽ ഉടലെടുക്കുന്നില്ല. അപ്പോൾ കാഴ്ചകളിൽ മാത്രം നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും എന്നത് ശരി. സ്വാഭാവികമായ ചിന്തകളെയും ആഗ്രഹങ്ങളെയും അടിച്ചമർത്തുവാനാണ് സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇത്തരം വിലക്കുകൾ വിദഗ്ധമായി കൗശലത്തോടെ ലംഘിക്കേണ്ട രീതിയിൽ എല്ലാവരും ബോധവാന്മാരായി തീരുന്നുമുണ്ട്. വശീകരണവും ഭയവും ഒന്നിച്ചു നിൽക്കുമ്പോൾ പലപ്പോഴും സംഘർഷമാണ് അനുഭവിക്കേണ്ടി വരിക. പിന്നെയെല്ലാം ആപേക്ഷികം എന്നൊക്കെ പറഞ്ഞ് നിലനിൽക്കാം എന്നു മാത്രം. വശീകരണം ഇരുതലമൂർച്ചയുള്ള ഒരു വാൾ പോലെയാണ്. അത് നമ്മളെ സംരക്ഷിക്കുകയും ചിലപ്പോൾ അറിയാതെ നശിപ്പിക്കുകയും ചെയ്തേക്കാം. മുറിവേൽക്കാതെ ശ്രദ്ധിക്കണം എന്ന് ചുരുക്കം. ബന്ധങ്ങളിലും ഉടമ്പടികളിലുമൊന്നും വശീകരണത്തിന് ഒരു സ്ഥാനവുമില്ല. അതിനൊക്കെ അപ്പുറമാണ് വശീകരണത്തിന്റെ വഴികൾ. അത് വളരെ വിശാലമാണ്. ആ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് തടസ്സങ്ങൾ ഒന്നുമില്ല. വശീകരണത്തിന്റെ മുന്നിൽ വാതിലുകൾ തനിയെ തുറക്കുന്നതാണ്. തുറക്കുന്നവരും അകത്തേക്ക് പ്രവേശിക്കുന്നു. വശീകരണമെന്ന രൂപമില്ലാത്ത അനുഭവങ്ങൾ മാത്രം സമ്മാനിക്കുന്ന തരത്തിലേക്ക് അതങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്.